കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ അതായത് KDISCിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് 137 വേക്കൻസി ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസി കോർഡിനേറ്റർ, അതുപോലെ തന്നെ അതിൽ BTechോ BTech ഒക്കെ ഏതെങ്കിലും ഡിസിപ്ലിനിൽ മതി. ഇനി എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണ്. അതുപോലെ ഇനി MBA ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, MSW ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 30,000 പെർ മന്താണ് സാലറി. നമുക്ക് നമ്മുടെ കേരളത്തിൽ വിവിധ ജില്ലകളിലായി വേക്കൻസി ഉണ്ടെന്നുള്ള അതിൻ്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റൻ്റ്, ഇതിലേക്കൊന്ന് എക്സ്പീരിയൻസ് ഒന്നുകൊണ്ട് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസികളാണ്. 140 വേക്കൻസി ഉണ്ടതിൽ. ഗ്രാജുവേഷൻ ആണ്. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 20,000 പെർ മന്താണ്. നിങ്ങൾക്ക് കാണാം അക്രോസ് കേരള. അതിൻ്റെ പോസ്റ്റിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ വിവിധ ജില്ലകളിലായിട്ടാണ് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. പിന്നെ നിങ്ങൾക്ക് കാണാം ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ചായി. നമ്മൾ ഏകദേശം ഒരു 12 ദിവസം മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോസ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് തരാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ചാനലിൽ ഒരു 12 ദിവസം മുൻപാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് KDISC റിക്രൂട്ട്മെൻറ്റ് എല്ലാ ജില്ലയിലും ഒഴിവെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ തമ്പനയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 13 നവംബർ വരെ ആയിരുന്നു അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരിക, GOCL എജുലാൻഡ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലേറ്റസ്റ്റ് ജോബ്സ് എന്നുള്ളതിൽ നോക്കുക. നിങ്ങൾ ലേറ്റസ്റ്റ് ജോബ്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വ്യൂ മോർ എന്നുള്ള കൊടുക്കുക. ഓക്കെ, ഇനി ലേറ്റസ്റ്റ് ജോബ്സിൽ കൊടുക്കുന്നതിലും ബെറ്റർ നിങ്ങൾക്ക് ഇവിടെ കേരള എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. കേരള ജോബ്സ് അത് കൊടുക്കാം. കേരള ജോബ്സിൽ ഇത് ഈ പറയുന്ന ഫസ്റ്റ് കോളത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. കേരള ജോബ്സ് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും KDISC റിക്രൂട്ട്മെൻറ്റ് 2024. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും കൂടെ കാണാം ആദ്യം മുൻപത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് 13 നവംബർ ആയിരുന്നു. ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 30 നവംബർ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആരെങ്കിലും ഡേറ്റ് ലാസ്റ്റ് പെട്ടെന്ന് അറിഞ്ഞ് അല്ലെങ്കിൽ വീഡിയോ ലേറ്റായിട്ട് കണ്ടവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. 30 നവംബർ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ നോട്ടീസ്, ഡേറ്റ് എക്സ്റ്റെൻഡ് നോട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ ക്ലിക്ക് ചെയ്യാറുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നോട്ടീസ് കാണാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും. അപ്പം മുൻപത്തെ ആ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഡേറ്റ് 13 നവംബർ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. ഇപ്പോഴത് എക്സ്റ്റെൻഡ് ചെയ്ത് 30 നവംബർ വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഈ പോസ്റ്റിലേക്ക്, വിവിധ പോസ്റ്റിലേക്ക്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് 13 നവംബർ ആണല്ലോ. അപ്പോൾ അത് വെച്ച് പലരും അത് ലാസ്റ്റ് ഡേറ്റ് കണ്ടിട്ട് അപ്ലൈ ചെയ്യാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും. അപ്പം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപേക്ഷ ഫീസോ കാര്യങ്ങളൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അപേക്ഷ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ പറയുന്ന സൈറ്റിൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നിങ്ങൾക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ദെൻ നോട്ടിഫിക്കേഷൻ വീഡിയോ, അതായത് നമ്മൾ മുൻപ് 12 ദിവസം മുൻപ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് അതിലെല്ലാ ഡീറ്റെയിൽസും അതിൽ പറയുന്നുണ്ട്. സെലക്ഷൻ മെത്തേഡ് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് ആ വീഡിയോ കാണാം. അപ്ലൈ ഓൺലൈനിലുള്ള ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആപ്പ്, വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. പിന്നെ നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയാണ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂടുതൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.